സാങ്കേതിക സർവകലാശാലയിൽ വീണ്ടും പ്രതിസന്ധി. സിൻഡിക്കേറ്റ് യോഗം ക്വാറം തികയാതെ പിരിഞ്ഞു. 2 CPM MLA-മാരും സർക്കാർ ഉദ്യോഗസ്ഥരും യോഗത്തിൽ നിന്ന് വിട്ടുനിന്നു. സുപ്രധാന അജണ്ടകൾ നിശ്ചയിച്ച യോഗമാണ് ക്വാറം തികയാത്തതുകൊണ്ട് പിരിഞ്ഞുപോയത്. ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് വീണ്ടും ചേരുന്നു. ഉമേഷ്, മനഃപൂർവ്വമാണോ ഈ MLA-മാരും ഉദ്യോഗസ്ഥന്മാരും വിട്ടുനിന്നത്? KTUവിൽ കേരള സാങ്കേതിക സർവകലാശാലയിലെ ഭരണ പ്രതിസന്ധി അത് രൂക്ഷമായി തുടരുകയാണ്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ഒരു പരിധിവരെ പരിഹരിച്ചതാണ്. എന്നാൽ വീണ്ടും സിൻഡിക്കേറ്റ് യോഗം ചേരാനാകാതെ കോറം തികയാതെ പിരിയുന്ന സാഹചര്യമുണ്ടായി. CPIM അംഗങ്ങളും ഒപ്പം സർക്കാർ പ്രതിനിധികളടക്കമുള്ളവരും യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. കഴിഞ്ഞ സിൻഡിക്കേറ്റ് യോഗത്തിൽ രജിസ്ട്രാറായി വിരമിച്ചയാൾക്കും പരീക്ഷാ കൺട്രോളായി വിരമിച്ചയാൾക്കും പുനർനിയമനം നൽകാൻ സിൻഡിക്കേറ്റ് അംഗം തീരുമാനിച്ചിരുന്നു. എന്നാൽ അക്കാര്യം സർക്കാരിനെ അറിയിക്കാൻ ഈ വൈസ് ചാൻസലറായ K. ശിവപ്രസാദ് തയ്യാറായില്ല. ഇതിൽ പ്രതിഷേധിച്ച് വിട്ടുനിൽക്കുന്നു എന്നുള്ള അറിയിപ്പാണ് CPIM MLA കൂടിയായ IB സതീഷ് ഇന്ന് ഈ സിൻഡിക്കേറ്റ് യോഗത്തെ അറിയിച്ചുകൊണ്ട് ഒരു കത്തായി തന്നെ ഔദ്യോഗികമായി തന്നെ അറിയിച്ചത്. അതേസമയം നിർണായകമായ നിരവധി വിഷയങ്ങൾക്ക് തീരുമാനമെടുക്കേണ്ട അജണ്ട കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു സിൻഡിക്കേറ്റ് യോഗം വിളിച്ചത്. വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ, ഒപ്പം KTUവിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുന്നതിനും സോഫ്റ്റ്വെയർ കരാർ പുതുക്കുന്നതിനും വേണ്ടിയുള്ള തീരുമാനം, ഒപ്പം കെട്ടിട നിർമ്മാണം നടത്തേണ്ടുള്ള തീരുമാനം, ഈ തീരുമാനങ്ങളെല്ലാം എടുക്കേണ്ട സിൻഡിക്കേറ്റ് യോഗമാണ് കോറം തികയാതെ പിരിഞ്ഞത്. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.